Dear students, today we consider one of the most basic problems of numerical approximation, which is called the root finding problem. We have to find the root or solution of an equation of the form f of x equal to 0 for a given function f. y equal to f of x എന്ന ഫംഗ്ഷൻ്റെ ഗ്രാഫാണ് ഈ വരച്ചിരിക്കുന്നത് എന്ന് വിചാരിക്കാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ആവുന്ന രീതിയിലുള്ള എക്സ് വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതായത് ഈ പർട്ടിക്കുലർ ഗ്രാഫ് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന ഗ്രാഫ് എക്സ് ആക്സിസിനെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ദോസ് പോയിന്റ്സ് ആർ കോൾഡ് ദ റൂട്ട്സ് ഓർ സൊല്യൂഷൻസ് ഓഫ് ദിസ് ഇക്വേഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0. So suppose we are given a function y equal to f of x which is defined in the interval a b. നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ആവുന്ന ഒരു പോയിന്റ് എടുത്താൽ ആ പോയിന്റിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ചെറിയൊരു ഇൻ്റർവെൽ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ പോയിന്റിൻ്റെ തൊട്ട് മുമ്പിലുള്ള പോയിന്റ്സ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ സമയത്ത് ഈ ഫംഗ്ഷൻ പ്രകാരം എഫ് ഓഫ് എക്സ് ലെസ് ദാൻ 0 ആണ്. ഈ പോയിന്റിന് ശേഷമുള്ള ഒരു പോയിന്റ് എടുത്താൽ കറസ്പോണ്ടിങ് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണ്. ഇത് തിരിച്ചും വരാവുന്നതാണ്. അതായത് നമ്മുടെ ഗ്രാഫ് ഈ രീതിയിലാണ് നിൽക്കുന്നതെങ്കിൽ ഈ പോയിന്റിലാണ് എഫ് ഓഫ് എക്സ് ഈക്വൽ 0 ആവുന്നത്. അതിൻ്റെ തൊട്ട് മുമ്പുള്ള അടുത്തുള്ള ഒരു പോയിന്റ് തൊട്ട് മുമ്പുള്ള പോയിന്റ് നോക്കിക്കഴിഞ്ഞാൽ എഫ് ഓഫ് എക്സ് പോസിറ്റീവ് ആണ്. അതിന് ശേഷമുള്ള പോയിന്റ് എടുത്താൽ എഫ് ഓഫ് എക്സ് നെഗറ്റീവ് ആണ്. ഈ വരച്ചിരിക്കുന്ന ഫിഗറിൽ പി എന്ന പോയിന്റിലാണ് എഫ് ഓഫ് എക്സ് 0 ആവുന്നതെങ്കിൽ പിക്ക് തൊട്ട് മുമ്പുള്ള പോയിന്റ്സിൽ എഫ് ഓഫ് എക്സ് നെഗറ്റീവും പിക്ക് ശേഷമുള്ള പോയിന്റ്സിൽ എഫ് ഓഫ് എക്സ് പോസിറ്റീവുമാണ്. ഇത്തരമൊരു ഇൻ്റർവെല്ലാണ് നമ്മൾ ആദ്യം ലൊക്കേറ്റ് ചെയ്യുന്നത്. അതിനുവേണ്ടി തന്നിരിക്കുന്ന ഫംഗ്ഷൻ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിയിൽ ഡിഫൈൻഡ് ആയിട്ടുള്ളൊരു ഫംഗ്ഷൻ ആണെങ്കിൽ നമ്മൾ ആദ്യം എഫ് ഓഫ് എയും എഫ് ഓഫ് ബിയും കണ്ടുപിടിക്കുന്നു. ഈ എക്സാമ്പിൾ പ്രകാരം എഫ് ഓഫ് എ നെഗറ്റീവാണ്, എഫ് ഓഫ് ബി പോസിറ്റീവാണ്. നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷന് എത്തിച്ചേരണമെങ്കിൽ അത് എക്സ് ആക്സിസിനെ കട്ട് ചെയ്തുകൊണ്ട് കടന്നു പോവേണ്ടി വരും. സോ വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് ദർ ഈസ് എ റൂട്ട് പി ലൈങ് ബിറ്റ്വീൻ എ ആൻഡ് ബി. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിയുടെ മിഡ് പോയിന്റ് പരിഗണിക്കുന്നു. നമ്മളുടെ ഉദ്ദേശം പി എന്ന പോയിന്റ് ലൊക്കേറ്റ് ചെയ്യലാണ്. അപ്പോൾ എ ബിയുടെ ഉള്ളിലാണ് പി നിൽക്കുന്നത് എന്ന് മാത്രമേ ഇപ്പോൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തുള്ളൂ. ഇനി നമ്മൾ ഈ ഇൻ്റർവെല്ലിൻ്റെ ലെങ്ത്ത് കുറച്ച് കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. അതിനായി ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിയുടെ മിഡ് പോയിന്റ് ചൂസ് ചെയ്യുന്നു. ഹൗ ക്യാൻ വി ഫൈൻഡ് ദ മിഡ് പോയിന്റ് ഓഫ് ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി? എ എന്ന പോയിന്റ് പ്ലസ് ലെങ്ത് ഓഫ് ദ ഇൻ്റർവെൽ എ ബി എസ് ബി മൈനസ് എ ഡിവൈഡഡ് ബൈ 2. എ എന്ന പോയിന്റിലോട് കൂടി ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിയുടെ ലെങ്ത്തിൻ്റെ പകുതി നമ്മൾ ആഡ് ചെയ്യണം. അപ്പോഴാണ് ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിയുടെ മിഡ് പോയിന്റിൽ നമ്മൾ എത്താം. So this is actually 2a minus a, that is a plus b divided by 2. So here p1 is the point a plus b divided by 2. അത്തരത്തിൽ നമുക്ക് ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിയുടെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കാം. ഇനി നമ്മൾ ചെയ്യുന്നത് എഫ് ഓഫ് എ ഓൾറെഡി നെഗറ്റീവ് ആണെന്ന് നമ്മൾക്ക് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എഫ് ഓഫ് പി വൺ കാൽക്കുലേറ്റ് ചെയ്യുന്നു. എഫ് ഓഫ് പി വൺ ഈ കാണുന്ന എക്സാമ്പിളിൽ പോസിറ്റീവ് ആണ്. സോ എഫ് ഓഫ് എ നെഗറ്റീവും എഫ് ഓഫ് പി വൺ പോസിറ്റീവും ആയതിനാൽ എക്കും പി വണ്ണിനും ഇടയിൽ ഒരു റൂട്ട് ഉണ്ട് എന്ന് നമുക്ക് ഉറപ്പിക്കാം. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത പോയിന്റ്സ് എയും ബിയും ആയിരുന്നു. എ എന്ന പോയിന്റിനെ എ വൺ എന്നും ബി എ ബി വൺ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ അതിൻ്റെ മിഡ് പോയിന്റ് ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബിയുടെ മിഡ് പോയിന്റ് കണ്ടുപിടിച്ചു. ആ മിഡ് പോയിന്റ് ആണ് പി വൺ എന്ന് പറയുന്നത്. പി വണ്ണിൽ എഫ് ഓഫ് എക്സ് പോസിറ്റീവാണ്, എയിൽ നെഗറ്റീവാണ്, എ വണ്ണിൽ നെഗറ്റീവാണ്. സോ വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് ദർ ഇസ് എ റൂട്ട് ബിറ്റ്വീൻ എ വൺ ആൻഡ് പി വൺ. സോ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എ ടു ആയിട്ട് ചൂസ് ചെയ്യുന്നത് എ വൺ തന്നെയാണ്, ബി ടു ആയിട്ട് ചൂസ് ചെയ്തത് പി വൺ ആണ്. എ വൺ ബി വൺ എന്ന ഇൻ്റർവെല്ലിൻ്റെ പകുതി ലെങ്ത്തുള്ള ഒരു ഇൻ്റർവെല്ലിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ നമ്മളുടെ റൂട്ട് നിൽക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലായി. വീണ്ടും നമ്മൾ എ ടു ബി ടു എന്ന ഈ ഇൻ്റർവെല്ലിൻ്റെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കുന്നു. മിഡ് പോയിന്റ് ഇവിടെയാണ് വരുന്നത്. എ വൺ പ്ലസ് പി വൺ ബൈ 2 ചെയ്താൽ പി ടു എന്ന പോയിന്റ് ലഭിക്കും. വീണ്ടും നമ്മൾ ചെക്ക് ചെയ്യണത് എഫ് ഓഫ് പി ടു, അത് ഈ ഹൈറ്റാണ്, ഇത് നെഗറ്റീവാണ്. എഫ് ഓഫ് പി വൺ ചെയ്താൽ പോസിറ്റീവാണ്. നമ്മൾ ഇൻ്റർവെല്ല് എ വൺ പി വൺ എന്ന ഇൻ്റർവെല്ലായിരുന്നു. അതിന് മിഡ് പോയിന്റ് നമ്മളെടുത്തു പി ടു. എഫ് ഓഫ് പി ടു നെഗറ്റീവാണ്, എഫ് ഓഫ് പി വൺ പോസിറ്റീവാണ്. സോ വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് ദ റൂട്ട് ലൈസ് ബിറ്റ്വീൻ പി ടു ആൻഡ് പി വൺ. സോ ഈ കേസിൽ അടുത്ത സ്റ്റെപ്പിൽ എ ത്രീ ആയിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്ന ലെഫ്റ്റ് സൈഡിൽ പി ടു ആണുള്ളത്. എ ത്രീയെ നമ്മൾ പി ടു ആയിട്ട് ചൂസ് ചെയ്യുന്നു.
B3 is equal to P1 itself. കാരണം നമ്മളുടെ A1 P1 എന്ന ഇൻ്റർവെൽ മാറിയിട്ട് കുറച്ചുകൂടെ ചെറിയ ഇൻ്റർവെൽ ആയിട്ട് മാറി P2 B1. സോ അടുത്ത സ്റ്റെപ്പിൽ A3 ആയിട്ട് P2ഉം B3 ആയിട്ട് P1ഉം ചൂസ് ചെയ്യുന്നു. എഗെയിൻ P2 P1 എന്ന ഈ ഇൻ്റർവെല്ലിൻ്റെ മിഡ് പോയിൻ്റ് ആണ് നമ്മളിപ്പോൾ എടുക്കേണ്ടത്. P2 P1 എന്ന ഇൻ്റർവെല്ലിൻ്റെ മിഡ് പോയിൻ്റ് എടുത്തു, അത് P3 ആണ്. P3 എന്ന പോയിന്റിൽ എഫ് ഓഫ് എക്സ് എഗെയിൻ നെഗറ്റീവ് ആണ്. സോ P3യിൽ എഫ് ഓഫ് എക്സ് നെഗറ്റീവും P1ൽ പോസിറ്റീവുമാണ്. സോ നൗ ദ റൂട്ട് ലൈസ് ബിറ്റ്വീൻ P3 ആൻഡ് P1. സോ ഇവിടെ നമ്മൾ ചൂസ് ചെയ്യേണ്ടത് P3യും P1ഉമാണ്. സോ P3യെ നമുക്ക് A4 എന്നും ഇവിടെ B4 എന്നും വിളിക്കാം. ഇത്തരത്തിൽ നമ്മൾ A1 B1 A2 B2 അങ്ങനെ AN BN ഫോർ സം n നമ്മൾ ഇതേ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുന്നു. ആൻഡ് വി ക്യാൻ സീ ദാറ്റ് ദ ഇൻ്റർവെൽ shortens its length and it approaches the point P. ഇൻ്റർവെൽ ചുരുങ്ങി ശരിക്കും അത് മിഡ് പോയിന്റ് എടുക്കുന്ന സമയത്ത് ആക്ച്വലി പിയിലേക്ക് എത്തിച്ചേരുന്ന രീതിയിലായിരിക്കും നമുക്ക് n ടെൻസ് ടു ഇൻഫിനിറ്റി ആവുന്ന സമയത്ത് എത്തിച്ചേരാം. ഈ ഒരു പ്രോസസ്സാണ് ബൈസെക്ഷൻ മെത്തേഡിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. സോ ബൈസെക്ഷൻ മെത്തേഡ് ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ദ റൂട്ട് ഓഫ് ദ ഇക്വേഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0. സോ ലെറ്റ് us do an example. Show that f of x equal to x cube plus 4x square minus 10 equal to 0 has a root in closed interval 1, 2 and use bisection method to determine an approximation to the root that is accurate to at least within 10 raised to minus 4. f of x equal to 0 എന്ന ഈ ഇക്വേഷന് ക്ലോസ്ഡ് ഇൻ്റർവെൽ 1, 2ൽ ഒരു റൂട്ട് ഉണ്ട് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. റൂട്ട് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന ഇക്വേഷന് 1, 2ൽ ഒരു സൊല്യൂഷൻ ഉണ്ട്, അഥവാ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ആവുന്ന ഒരു പോയിന്റ് 1, 2ൻ്റെ ഇടയിൽ നമുക്ക് കണ്ടുപിടിക്കാനാവും എന്ന് പ്രൂവ് ചെയ്യണം. അതിനായി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എഫ് ഓഫ് 1ഉം എഫ് ഓഫ് 2ഉം കണ്ടുപിടിക്കുന്നു. ഇവിടെ എഫ് ഓഫ് 1 ഈക്വൽ ടു 1 cube plus 4 1 square minus 10. Clearly it is negative. Okay, f of 1 is negative. And f of 2 is 2 cube plus 4 into 2 square minus 10. Clearly it is positive. That is 8 plus 16 minus 10. Clearly it is positive. Okay, so f of 1 is negative and f of 2 is positive. Therefore there is a point in between 1 and 2 such that f of x equal to 0. സോ നമ്മൾ 1, 2 എന്ന ഇൻ്റർവെൽ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. A1 ആണ് ഈ എഴുതിയത്, B1 ആണ് 2 എന്ന് എഴുതിയിരിക്കുന്നത്. A1ൽ എഫ് ഓഫ് AN, അതായത് എഫ് ഓഫ് A1 നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അത് നെഗറ്റീവ് ആണ് നമ്മൾ ലഭിച്ചു. എഫ് ഓഫ് B1 അതായത് എഫ് ഓഫ് 2 എന്നത് പോസിറ്റീവ് ആണ്. സോ വി ഫൈൻഡ് ദ മിഡ് പോയിന്റ് ഓഫ് AN ആൻഡ് BN, ദാറ്റ് ഈസ് 1 + 2 ഡിവൈഡഡ് ബൈ 2, ദാറ്റ് ഈസ് ഗിവൺ ആസ് P1 1.5. അതിനുശേഷം നമ്മൾ എഫ് ഓഫ് PN കാൽക്കുലേറ്റ് ചെയ്യുന്നു. എഫ് ഓഫ് 1.5 കാൽക്കുലേറ്റ് ചെയ്താൽ 1.5 ഹോൾ ക്യൂബ് പ്ലസ് 4 ഇൻറ്റു 1.5 സ്ക്വയർ മൈനസ് 10 ഈക്വൽ ടു 2.375. ഇത് പോസിറ്റീവ് വാല്യൂ ആണ് ലഭിച്ചിരിക്കുന്നത്. സോ നമ്മൾ അടുത്ത ഇൻ്റർവെൽ ചൂസ് ചെയ്യുന്ന സമയത്ത് നെഗറ്റീവിനും പോസിറ്റീവിനും ഇടയ്ക്കായിട്ട് വേണം നമ്മൾ ചൂസ് ചെയ്യാൻ. എഫ് ഓഫ് A1 നെഗറ്റീവ് ആണ്, എഫ് ഓഫ് P1 പോസിറ്റീവ് ആണ്. നമ്മൾ ഇൻ്റർവെൽ നിൽക്കുന്നത് ഓർമ്മയുണ്ടാവണം. ഇതാണ് A1, ദിസ് ഇസ് B1, ഇതിൻ്റെ നടുക്കുള്ള പോയിന്റ് ആണ് നമുക്ക് P1 എന്ന് ലഭിച്ചത്. സോ A1 B1 എന്ന ഇൻ്റർവെല്ലിന് പകരം ഇനി നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത് A1 P1 എന്ന ഇൻ്റർവെൽ ആണ്. കാരണം എഫ് ഓഫ് A1 നെഗറ്റീവ് ആണ്, എഫ് ഓഫ് P1 പോസിറ്റീവ് ആണ്. P1 B1 എന്ന ഇൻ്റർവെൽ നമുക്ക് കൺസിഡർ ചെയ്യാനാവില്ല, കാരണം എഫ് ഓഫ് P1ഉം എഫ് ഓഫ് B1ഉം രണ്ടും പോസിറ്റീവാണ്. ഒന്ന് നെഗറ്റീവും ഒന്ന് പോസിറ്റീവുമായി നിൽക്കുന്ന രീതിയിൽ വേണം നമ്മൾ ഇൻ്റർവെൽ ചൂസ് ചെയ്യാൻ. സോ അടുത്ത പോയിന്റ്സ് ആയിട്ട് നമ്മൾ A1ഉം P1ഉമാണ് ചൂസ് ചെയ്യുന്നത്. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പിൽ എഴുതിയിരിക്കുന്നത്. ഹിയർ A2 ഈക്വൽ ടു 1 ആൻഡ് B2 ഈക്വൽ ടു P2. ഓക്കെ, ഈ 1.5 ആണ് നമ്മൾ B2 ആയിട്ട് ചൂസ് ചെയ്യുന്നത്. വീണ്ടും എഫ് ഓഫ് A2ഉം എഫ് ഓഫ് B2ഉം കണ്ടുപിടിക്കേണ്ടതുണ്ട്. എഫ് ഓഫ് 1 എന്ന് പറയുന്നത് ഓൾറെഡി നെഗറ്റീവ് ആണ് നമുക്കറിയാം. എഫ് ഓഫ് B2 അതായത് എഫ് ഓഫ് 1.5 കണ്ടുപിടിക്കുന്നു. സോ ദിസ് വിൽ ബി പോസിറ്റീവ്. ഈ കാണുന്ന ഫംഗ്ഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. 1.5 ഹോൾ ക്യൂബ് പ്ലസ് 4 ഇൻറ്റു 1.5 സ്ക്വയർ മൈനസ് 10 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന 2.375 ആണ്. ആ വാല്യൂ പോസിറ്റീവ് ആണ്. നമ്മൾ ഈ ഇൻ്റർവെല്ലിൻ്റെ മിഡ് പോയിന്റ് കാണുകയാണ്. 1 + 1.5 ഡിവൈഡഡ് ബൈ 2, ദാറ്റ് ഈസ് 1.25.
1.25 എഫിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നു. എഫ് ഓഫ് പി എൻ, അതായത് എഫ് ഓഫ് 1.25 കണ്ടു, അത് നെഗറ്റീവ് ആണ് വരുന്നത്. സോ ഹിയർ ഇറ്റ് ഈസ് നെഗറ്റീവ്. സോ നമ്മൾ ഇനി ചൂസ് ചെയ്യേണ്ട പോയിന്റ്സ് എന്ന് പറയുന്നത്, ഇവിടെ ആലോചിക്കുക, A2 B2 അതിൻ്റെ നടുക്കാണ് നമ്മളുടെ ഈ പോയിന്റ് നിൽക്കുന്നത്. A2 കഴിഞ്ഞ് P2 കഴിഞ്ഞാണ് B1 വരുന്നത്. A2 നെഗറ്റീവാണ്, P2 നെഗറ്റീവാണ്, B2 എത്തുമ്പോൾ പോസിറ്റീവായി. സോ ഈ P2നും B2നും ഇടയിലാണ് നമ്മളുടെ റൂട്ട് നിൽക്കുന്നത് എന്നർത്ഥം. സോ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചൂസ് ചെയ്യുന്നത് 1.25ഉം 1.5ഉം ആയിരിക്കും. എഗെയിൻ എഫ് ഓഫ് 1.25 എന്ന് പറയുന്നത് നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, അത് നെഗറ്റീവാണ്. എഫ് ഓഫ് 1.25 ഇസ് നെഗറ്റീവ്. എഫ് ഓഫ് 1.5 ഇസ് ഓൾറെഡി ഹിയർ, ഇറ്റ് ഈസ് പോസിറ്റീവ്. ഈ രണ്ട് പോയിന്റ്സിൻ്റെ മിഡ് പോയിന്റ് കാണുന്നു, 1.375 ആണ്. ആ വാല്യൂ പോയിന്റിലെ ഫംഗ്ഷൻ്റെ വാല്യൂ കണ്ടു, പോസിറ്റീവായിട്ടാണ് വരുന്നത്. സോ എഗെയിൻ ഇതേ പ്രോസസ്സ് എടുത്തു കഴിഞ്ഞാൽ A3 ആണ് എഴുതിയത്, A3 നെഗറ്റീവാണ്. അതിനുശേഷം വരുന്ന P3 പോസിറ്റീവാണ്, B3 പോസിറ്റീവാണ്, നെഗറ്റീവ് പോസിറ്റീവ്. ഓക്കെ, സോ ഈ പോയിന്റും 1.25 എന്ന പോയിന്റും 1.375 എന്ന പോയിന്റുമാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടി വരിക, നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് മാറിയത് കൊണ്ട്. സോ ഹിയർ 1.25, ദെൻ B4 ആയിട്ട് ചൂസ് ചെയ്യുന്നത് 1.375. എഗെയിൻ ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുന്നു. സോ നമ്മളിവിടെ 13 ടൈംസ് ഇത് റിപ്പീറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. സോ ആക്ച്വലി നമ്മൾ ഈ കാണുന്ന ഇൻ്റർവെല്ലിൻ്റെ അടുത്തേക്ക് വന്നിട്ട് P ആണ് നമ്മളുടെ റൂട്ടെങ്കിൽ, എക്കും ബിക്കും ഇടയിലാണ് ഈ റൂട്ട് നിൽക്കുന്നതെങ്കിൽ പിയുടെ അടുത്തേക്ക് നമ്മൾ ഈ വന്നുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ ഈ പ്രോസസ്സിൽ കാണിക്കുന്നത്. സോ 13 സ്റ്റെപ്പ് ചെയ്യുന്നതോടുകൂടി ഇൻ്റർവെല്ല് ശ്രദ്ധിക്കുക, A13 B13 ആയിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നത് 1.36499, ഹിയർ 1.36523 ഈ ലെവലിലാണ്. സോ ഇതിൻ്റെ മിഡ് പോയിന്റ് ആണ് നമ്മൾ വീണ്ടും കാണുന്നത്. ഈ പ്രോസസ്സ് നമുക്ക് കണ്ടിന്യൂ ചെയ്യേണ്ടതുണ്ട്. സോ അപ്രോക്സിമേറ്റ്ലി ദ റൂട്ട് വിൽ ലൈ നിയർ 1.365112305. ഇനി നമുക്കറിയേണ്ടത് ഈ പ്രോസസ്സ് എത്ര തവണ റിപ്പീറ്റ് ചെയ്താലാണ് നമുക്ക് ആക്ച്വലി ശരിയായ റൂട്ടിൻ്റെ അടുത്ത് എത്തിച്ചേരാനാവുക. നമുക്കതിങ്ങനെ ഇൻഫിനിറ്റ്ലി മെനി ടൈംസ് റിപ്പീറ്റ് ചെയ്യാനാവില്ല. എത്ര ടൈം ചെയ്താലാണ് നമ്മൾ പ്രീഫിക്സ് ചെയ്തിട്ടുള്ള ഒരു എററിനപ്പുറം എറർ വരാത്ത രീതിയിൽ നമുക്കൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാനാവാം. ഇവിടെ തന്നിരിക്കുന്ന പ്രോബ്ലത്തിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 10⁻⁻4 മാക്സിമം എറർ വരുന്ന രീതിയിൽ സൊല്യൂഷൻ ലഭിക്കണമെങ്കിൽ നമ്മൾ എത്ര സ്റ്റെപ്പ് നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ഇതിനായി നമുക്കൊരു റിസൾട്ട് അറിയേണ്ടതുണ്ട്. റിസൾട്ടാണ് ഈ സ്റ്റേറ്റ് ചെയ്തിരിക്കുന്നത്. തിയറം, സപ്പോസ് ദാറ്റ് എഫ് ബിലോങ് ടു സി ഓഫ് എ ബി, it's a continuous function in closed interval AB, and f of a and f of b less than 0. This means that either f of a is positive and f of b is negative, or f of a is negative and f of b is positive. ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവും ആണ് എന്നർത്ഥം. പ്രൊഡക്റ്റ് നെഗറ്റീവ് ആണ്. The bisection method generates a sequence Pn n equal to 1 to infinity, approximating a 0 p of f with mod Pn minus p less than or equal to b minus a by 2 raised to n when n greater than or equal to 1. ഇവിടെ p എന്നത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്ന ഫംഗ്ഷന് ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിയിലുള്ള എക്സാക്റ്റ് റൂട്ടാണ്. അതായത് എഫ് ഓഫ് പി ഈക്വൽ ടു 0 ആണ്. ഈ പി ലൊക്കേറ്റ് ചെയ്യുകയാണ് നമുക്ക് വേണ്ടത്. അതിനായി നമ്മൾ കണ്ടുപിടിക്കുന്നത് P1 P2 P3 എന്ന ഒരു സീക്വൻസ് ആണ്. nth സ്റ്റേജിൽ നമ്മൾ കണ്ടുപിടിച്ച Pനും Pയും തമ്മിലുള്ള ഡിഫറൻസിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു b മൈനസ് എ ബൈ 2 റേസ് ടു n ആയിരിക്കും എന്നാണ് ഈ തിയറത്തിൽ പറയുന്നത്. സോ ഈ പർട്ടിക്കുലർ പ്രോബ്ലത്തിൽ മോഡ് Pn മൈനസ് p is less than or equal to b minus a by 2 raised to n, or it can be written as 2 raised to minus n into b minus a. So this error equal to 2 raised to minus n into b minus a, that is 2 minus 1. നമ്മൾ ഇൻ്റർവെൽ 1 2 എന്ന ക്ലോസ്ഡ് ഇൻ്റർവെൽ ആണ്. സോ ഇറ്റ് ഇസ് 1. സോ ഈ എറർ മാക്സിമം 10 raised to minus 4 വരാൻ പാടുള്ളൂ എന്നാണ് നമ്മളോട് ഈ പ്രോബ്ലത്തിൽ പറഞ്ഞിരിക്കുന്നത്. സോ വി ഹാവ് ടു ഫൈൻഡ് എ നമ്പർ n such that 2 raised to minus n is less than 10 raised to minus 4. And we have mod Pn minus p is less than or equal to 2 raised to minus n, which is less than 10 raised to minus 4, which means that the difference between the actual value of p and the approximate value is less than or equal to 10 raised to minus 4. So ഈ കാണുന്ന ഇക്വേഷൻ മാത്രം കൺസിഡർ ചെയ്യുന്നു. ടേക്കിംഗ് ലോഗരിതം ടു ബോത്ത് സൈഡ്സ്, ഹാവിംഗ് ബേസ് 10, we have minus n log 2 to the base 10 is less than minus 4 log 10 to the base 10 is 1. Okay, so we have n into
log 2 to the base 10 is greater than 4. Minus 1 കൊണ്ട് multiply ചെയ്യുന്ന സമയത്ത് inequality reverse ചെയ്യുന്നു. So we have n is greater than 4 divided by log 2 to the base 10. And this value is equal to 13.2 by some scientific calculator. So this means that if we want to fix the error to a maximum 10 raised to minus 4, then we have to choose n greater than 13.2. So we should make at least 14 approximations to get the root accurate to at least within 10 raised to minus 4. So ഈ ഒരു particular പ്രോബ്ലത്തിൽ 10 raised to minus 4 maximum error അത്രേ വരാൻ പാടുള്ളൂ എന്ന രീതിയിൽ നമുക്ക് സൊല്യൂഷൻ കണ്ടുപിടിക്കണമെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മൾ 14 സ്റ്റെപ്സ് ചെയ്യണം. 13th സ്റ്റെപ്പിലാണ് നമ്മൾ ഈ കാണുന്ന വാല്യൂ കണ്ടുപിടിച്ചിരിക്കുന്നത്. 14th സ്റ്റെപ്പിലുള്ള P14 ആണ്, 14th സ്റ്റെപ്പിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന P വാല്യൂ ആണ് ഈ എഴുതി വെച്ചിട്ടുള്ളത്. സോ ദ അപ്രോക്സിമേറ്റ് വാല്യൂ ഓഫ് ദ സൊല്യൂഷൻ ഇസ് 1.3651. Use the bisection method to find solutions accurate to within 10 raised to minus 5 for the following problems. First problem is f of x equal to x minus 2 raised to minus x equal to 0 in the interval 0, 1. Here f of x equal to x minus 2 raised to minus x. F of 0 equal to minus 1, which is negative. F of 1 equal to 1 minus 1 by 2, which is positive. Therefore, there is a 0 of f of x in closed interval 0, 1. Now we have to find the number n such that the error value mod Pn minus b is less than 2 raised to minus n into b minus a, which is equal to 2 raised to minus into b minus a. Here it is 1 minus 0, which is 1. And it is given that the error should be within 10 raised to minus 5. So, therefore, this 2 raised to minus n should be less than 10 raised to minus 5. Now we consider this inequality. Here taking logarithm to the base 10 on both sides, we have minus n into log 2 to the base 10 is less than minus 5. Log 10 to the base 10 is 1. So we have n into log 2 is greater than 5, or n is greater than 5 by log 2 to the base 10, which is equal to 16.6. So ഇവിടെ തന്നിരിക്കുന്ന പ്രകാരം എറർ വാല്യൂ വിത്തിൻ 10 raised to minus 5 നിൽക്കണമെങ്കിൽ നമ്മൾ നമ്പർ ഓഫ് സ്റ്റെപ്സ് 16.6നേക്കാൾ കൂടുതലായി സ്വീകരിക്കണം. അതായത് അറ്റ്ലീസ്റ്റ് 17 സ്റ്റെപ്സ് അപ്രോക്സിമേഷൻ ചെയ്താൽ മാത്രമേ എറർ വിത്തിൻ 10 raised to minus 5ൽ നിൽക്കുന്ന രീതിയിൽ നമുക്ക് അപ്രോക്സിമേഷൻ നടത്താനാവുകയുള്ളൂ. Now let us do the approximation. Here f of x is a function x minus 2 raised to minus x. Interval is 0, 1. So we choose a1 equal to 0 and b1 equal to 1. f of a1 calculate ചെയ്താൽ നെഗറ്റീവ് ആണ്, f of bn പോസിറ്റീവ് ആണ്. So we conclude that there is a 0 between 0 and 1, and we take the midpoint of 0 and 1, that is 0 plus 1 divided by 2, which is 0.5. And f of 0.5 is minus 0.207106. So 0, 1 എന്ന ഇൻ്റർവെല്ലിൽ 0 എന്ന പോയിന്റിൽ f of an നെഗറ്റീവ് ആണ്, 1ൽ പോസിറ്റീവ് ആണ്. സോ നമ്മൾ മിഡ് പോയിന്റ് കണ്ടു, മിഡ് പോയിന്റിൽ നെഗറ്റീവ് ആണ്. Now we have to choose the interval this one, 0.5, 1. ആ വാല്യൂ ആണ് നമ്മൾ അടുത്തതായിട്ട് എഴുതുന്നത്, 0.5 and 1 സെക്കൻഡ് സ്റ്റെപ്പിൽ. Now we have to calculate f of 0.5. f of 0.5 നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് നെഗറ്റീവ് ആണ്. So it is negative and f of bn is positive. Now we have to find the midpoint of 0.5 and 1. 0.5ൻ്റെയും 1ൻ്റെയും മിഡ് പോയിന്റ് വരുന്നത് 0.75 ആണ്. 0.5 plus 1 divided by 2, it is 0.75. So here P2 equal to 0.75. Now we have to calculate f of Pn. f of 0.75 is 0.155396, which is positive. So 0.75ൽ പോസിറ്റീവ് ആണ് വരുന്നത്. സോ നൗ യു ഹാവ് ടു ചൂസ് ദ ഇൻ്റർവൽ 0.5 ആൻഡ് 0.75. ഇതാണ് ഈ രണ്ട് വാല്യൂസിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ 0 നിൽക്കുന്നത് എന്നർത്ഥം. സോ വി ചൂസ് A3 as 0.5 and B3 as 0.75. 0.5ലുള്ള വാല്യൂ നെഗറ്റീവ് ആണെന്ന് ഓൾറെഡി നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് നെഗറ്റീവ്. ആൻഡ് f of bn is here 0.155396, which is positive. Okay, so there is a 0 between 0.5 and 0.75. Now ഇതിൻ്റെ മിഡ് പോയിന്റ് നമ്മൾ കണ്ടുപിടിക്കുന്നു. ഈ പ്രോസസ്സ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നു.
ടേബിൾ പെട്ടെന്ന് ഫില്ല് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടി നമ്മൾ എഫ് ഓഫ് എ എൻ, എഫ് ഓഫ് ബി എൻ, എഫ് ഓഫ് പി എൻ ഇവ മാത്രം ശ്രദ്ധിക്കാം. ഇവിടെ നെഗറ്റീവ്, ദെൻ പി എൻ ആണ് ശ്രദ്ധിക്കേണ്ടത്, നെഗറ്റീവ്, ഹിയർ ബി എൻ പോസിറ്റീവ്. കാരണം നമ്മൾ ഇൻ്റർവെല്ലിൽ എ എൻ പി എൻ ബി എൻ ആ ഫോമിലാണ് വരിക. സോ നെഗറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ് വന്നു കഴിഞ്ഞാൽ അവസാനം വന്ന നെഗറ്റീവും പോസിറ്റീവും ഇത് രണ്ടുമാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. സോ 0.5ഉം 1ഉം അതാണ് അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എഴുതിയത്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് നോക്കിയാൽ ഹിയർ അഗെയിൻ നെഗറ്റീവ് പോസിറ്റീവ് പോസിറ്റീവ്. ഓക്കെ, സോ നെഗറ്റീവും പോസിറ്റീവുമായിട്ട് വരുന്നത് 0.5ഉം 0.75ഉമാണ്. ആദ്യം വരുന്ന ചേഞ്ച് വരുന്നത് നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് ഫസ്റ്റ് ചേഞ്ച് വരുന്നത് 0.5 0.75 ആണ്. അതാണ് അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചൂസ് ചെയ്തത്. തേർഡ് സ്റ്റെപ്പ് നോക്കിയാൽ എഗെയിൻ നെഗറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ്. ഓക്കെ, സോ നെഗറ്റീവ് നെഗറ്റീവ് കഴിഞ്ഞ് ചേഞ്ച് വരുന്ന പോസിറ്റീവ് ഇവിടെയാണുള്ളത്. സോ ഈ നെഗറ്റീവും ഇവിടെയുള്ള പോസിറ്റീവുമാണ് എടുക്കേണ്ടത്. സോ 0.625ഉം 0.75ഉം നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ എടുത്തു. വൺ മോർ, ഹിയർ ഇറ്റ് ഈസ് നെഗറ്റീവ് പോസിറ്റീവ് പോസിറ്റീവ്. ഓക്കെ, സോ ഈ നെഗറ്റീവും ഈ പോസിറ്റീവും എടുക്കുക. 0.625ഉം 0.6875ഉം ഈ രീതിയിൽ നമ്മൾ ഫോർവേഡ് ചെയ്യുന്നു. 17ാമത്തെ സ്റ്റെപ്പ് എത്തുമ്പം നമുക്ക് ആവശ്യമുള്ള റിസൾട്ടിൽ എത്തിച്ചേരുമെന്നർത്ഥം. സോ ഇൻ ദ 17th സ്റ്റെപ്പ് പി ഈസ് നിയർലി ഈക്വൽ ടു 0.6411. ഈ 17ാമത്തെ സ്റ്റെപ്പ് എത്തുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം ഇവിടെ നോക്കിയാൽ പിയുടെ വാല്യൂസ്, അതായത് പി എന്നിൻ്റെ വാല്യൂസ് 0.6411 എന്ന വാല്യൂ ഇവിടെ തൊട്ടേ നമുക്ക് കിട്ടാൻ തുടങ്ങിയിരിക്കുന്നു. ഇവിടെ 0.6411 ലഭിച്ചിരുന്നു, പിന്നെ ചെറിയൊരു ചേഞ്ച് വന്നു, വീണ്ടും 0.6411ലേക്ക് വന്നു. ഇനി നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 0.6411 വരെയുള്ള ഭാഗം ചേഞ്ച് ചെയ്യാതെ നിൽക്കും. ഓക്കെ, സോ പി ഈസ് നിയർലി ഈക്വൽ ടു 0.6411.